20 വർഷം മുൻപ് രാധയുടെ വയസ്സ് 20 വർഷത്തിന് ശേഷമുള്ള വയസ്സിൻ്റെ പകുതിയാണ് അവളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര. അപ്പോൾ രാധയുടെ വയസ്സ് നമുക്ക് ഇപ്പോഴത്തെ വയസ്സ്, ഈ 0 എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വയസ്സ് എക്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ 20 വർഷം മുമ്പത്തെ വയസ്സ് എങ്ങനെയാണ്? 20 കുറയ്ക്കണം, എക്സ് മൈനസ് 20. അതുപോലെ 20 വർഷത്തിന് ശേഷമുള്ള വയസ്സ് എത്രയാണ്? 20 കൂട്ടണം, എക്സ് പ്ലസ് 20. അപ്പോൾ നമുക്ക് രാധയുടെ ഇപ്പോഴത്തെ വയസ്സറിയാം, 20 വർഷം മുമ്പത്തെ വയസ്സറിയാം, 20 വർഷത്തിന് ശേഷമുള്ള വയസ്സറിയാം. ഇപ്പോൾ ഈ രണ്ടെണ്ണം തമ്മിലൊരു ബന്ധം പറയുന്നുണ്ട്. എന്താ? 20 വർഷം മുമ്പ് രാധയുടെ വയസ്സ്, അതായത് ഇത് എക്സ് മൈനസ് 20 എന്ന് പറയുന്നത് എന്താണ്? 20 വർഷത്തിന് ശേഷമുള്ള വയസ്സിൻ്റെ പകുതി. ഇതാണ് 20 വർഷത്തിന് ശേഷമുള്ള വയസ്സ്. ഏത്? എക്സ് പ്ലസ് 20, അതിൻ്റെ പകുതി ബൈ 2. ഇനി നമുക്കിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ എക്സ് മൈനസ് 20 ബൈ 1 എന്ന് സങ്കല്പിച്ചാൽ എക്സ് മൈനസ് 20 2 കൂടി ഗുണിക്കുക, 2 ഇൻറ്റു എക്സ് മൈനസ് 20 സമം, ഇതിൻ്റെ ഛേദം നമ്മൾ 1 എന്ന് പറഞ്ഞല്ലോ, ഈ ഛേദം ഈ അംശം കൂടി ഗുണിക്കുക, 1 ഇൻറ്റു എക്സ് പ്ലസ് 20 പറയുമ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് 20. ഇപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അല്ലെങ്കിൽ ഈ ബൈ 2 സമത്തിനടുത്തോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു 2 ആയി. ഇനി 2 കൊണ്ട് 2 ഗുണിച്ചു, 2 ഇൻറ്റു എക്സ്, 2x മൈനസ് 2 ഇൻറ്റു 20 40 സമം എക്സ് പ്ലസ് 20. എക്സ് എല്ലാം സമവാക്യത്തിൻ്റെ ഒരു ഭാഗത്ത്. ഇവിടെ 2x ഉണ്ട്, പോസിറ്റീവ് എക്സ് ഇങ്ങോട്ട് എഴുതി, മൈനസ് എക്സ് സമം. ഇവിടെ 20 ഉണ്ട്, മൈനസ് 40 അങ്ങോട്ട് എഴുതി, പ്ലസ് 40. 2x നിന്ന് ഒരു എക്സ് കുറച്ചാൽ 1x സമം 20 40 60. എക്സ് എന്താണ്? രാധയുടെ ഇപ്പോഴത്തെ വയസ്സാണ്. ചോദ്യം അതുതന്നെയാണ്. അവളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? 60.